നമുക്ക് അനേകം കർമ്മങ്ങളുണ്ട്. ഈ അനേകം കർമ്മങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്, ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ അശ്രദ്ധ എന്താണെന്ന് തിരിച്ചറിഞ്ഞാലേ ശ്രദ്ധ എന്താണെന്ന് മനസ്സിലാവും. പലരും പറയും, എന്താ അശ്രദ്ധ? അശ്രദ്ധ എന്താണെന്ന് മനസ്സിലായാലേ നമുക്ക് ശ്രദ്ധ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധ എന്താണെന്ന് നിർവചിക്കാനാണ് പരിശ്രമിക്കുന്നത്. പക്ഷേ അശ്രദ്ധ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. വളരെ പ്രമുഖനായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത്, യു കാൺ കോൾ സംതിങ് എ ഡിസ്ട്രാക്ഷൻ അൺലെസ് യു നോ വാട്ട് ഇറ്റ് ഈസ് ഡിസ്ട്രാക്റ്റിംഗ് യു ഫ്രം എന്നാണ്. അതായത് മലയാളത്തിൽ എന്താ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ, ഒരു കാര്യത്തെ നിങ്ങൾ ശ്രദ്ധാശൈഥില്യം അല്ലെങ്കിൽ ശ്രദ്ധ ഇല്ലാതാകൽ എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന ഘടകം എന്താണ് എന്ന് മനസ്സിലാക്കണം. എന്തിൽ നിന്നൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ കൈവിട്ടു പോകുന്നത്? ഉദാഹരണമായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടിയായിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം, അല്ലേ? നമ്മളിപ്പോൾ എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് ഗൗരവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇമെയിൽ ചെക്ക് ചെയ്യാൻ ഒന്ന് തോന്നുക, നമുക്കൊരു ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് തോന്നുക. അതായത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ പണി ഇങ്ങനെ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ്. അല്ലെങ്കിൽ ഫോൺ എടുത്ത് വാട്സാപ്പിൽ എന്ത് മെസ്സേജാണ് വന്നത് എന്ന് നോക്കാൻ ഒന്ന് തോന്നും. നമ്മൾ വിചാരിക്കുകയാണ് വളരെ ഗൗരവമുള്ള ഒരു കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത് എന്ന്. ഈ മെയിൽ ചെക്ക് ചെയ്യുക എന്നത് മോശം പണിയാണോ? അല്ല. പക്ഷേ അപ്പോൾ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായി. നമ്മുടെ ശ്രദ്ധ ഒരു പ്രവൃത്തിയിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ ഒരു പ്രവൃത്തിയിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറിയിരിക്കുകയാണ്. പക്ഷേ ശ്രദ്ധ മാറിയത് നമ്മൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം. ഈ ശ്രദ്ധ മാറിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? എനിക്കൊരു ലേഖനം പൂർണ്ണമാക്കുവാൻ ഈ ശ്രദ്ധ മാറിയത് കൊണ്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ജോലി പൂർണ്ണമാക്കുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വാസ്തവത്തിൽ എനിക്ക് വരാം. എനിക്ക് വരുന്ന ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായാലേ എന്താണ് ഈ ശ്രദ്ധയില്ലായ്മ കൊണ്ട് എനിക്ക് നിർവചിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് സംഭവിച്ചത് എന്നും അശ്രദ്ധ എന്തെന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. എനിക്ക് വരുന്ന, അതായത് വാസ്തവത്തിൽ ഞാനിങ്ങനെ ഒരു ഗൗരവമുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഇമെയിൽ ചെക്ക് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ വാട്സപ്പ് ചെക്ക് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വാസ്തവത്തിൽ എനിക്കൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരാം. എനിക്ക് വരുന്ന ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായാലേ എന്താണ് ശ്രദ്ധയില്ലായ്മ കൊണ്ട് സംഭവിച്ചത് എന്നും അശ്രദ്ധ എന്താണെന്നും മനസ്സിലാവുകയുള്ളൂ. ഇതാണ് ഗൗരവം. ഞാൻ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് നമ്മൾ തിരിച്ചറിയില്ല. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഇമെയിൽ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ വാട്സാപ്പ് ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? നമ്മളെ ജോലിയുടെ ഭാഗമാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഇതാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വാട്സാപ്പിലേക്കോ ഇമെയിലിലേക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്കോ ഫേസ്ബുക്കിലേക്കോ മറ്റെന്തിലേക്കോ ശ്രദ്ധ മാറുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഗൗരവതരമായ ഒരു ജോലി അപൂർണമാവുന്നു എന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നാണ് നാം ഇപ്പോൾ പറഞ്ഞു വന്ന വിഷയം. അപ്പോൾ നാം മനസ്സിലാക്കുന്നത് എന്തല്ല ശ്രദ്ധ എന്ന് മനസ്സിലായാൽ മാത്രമേ എന്താണ് ശ്രദ്ധ എന്ന് മനസ്സിലാകൂ എന്നാണ്. എന്തല്ല ശ്രദ്ധ, ഇത് വളരെ അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ വാട്സാപ്പും ഫേസ്ബുക്കും അതേപോലെ ഇമെയിലും ഒക്കെ പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ, വാട്സാപ്പ്, ഇതൊക്കെ നോക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റുമോ? നോക്കൂ, നമ്മളിപ്പോൾ പറയാണ് അതൊന്നും നോക്കാൻ പാടില്ല, അതിലൊന്നും ശരി, അങ്ങനെയല്ല. കാരണം ഒരുപാട് സയന്റിഫിക് ആയ കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സീരീസ് ഉണ്ട്, അല്ലെങ്കിൽ ആമസോണിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെക്കണോ? അപ്പോൾ അതൊക്കെ തെറ്റാണ്, അതൊന്നും നോക്കരുത്, നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കരുതുന്നത് എന്താണ്?
ഇതൊക്കെ നോക്കിയാൽ നമുക്ക് എന്തോ ഒരു അപകടം സംഭവിക്കും. അങ്ങനെ നമ്മൾ കുട്ടികൾ കരുതുന്നു, നമ്മൾ അച്ഛനമ്മമാർ കരുതുന്നു, അല്ലെ കുട്ടികളെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എന്താണ് അവർ കാണേണ്ടതെന്ന് നിർദ്ദേശിക്കാൻ അച്ഛനും അമ്മയ്ക്കും സമയമില്ല. അതാണ് ഒരു പ്രശ്നം. അവനവനും നിയന്ത്രണമില്ല. അവനവനും ഈ പറഞ്ഞ കാര്യങ്ങളോടൊരു നിയന്ത്രണം വേണ്ടേ? അത് നമുക്കും ഇല്ല. അപ്പം നമ്മൾ എന്തെല്ലാം പഠിക്കണം, നമ്മളെ കുട്ടികൾ എന്തെല്ലാം കാണണം, ഏതിൽ നിന്നെല്ലാം അവർക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഇതെല്ലാം ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ വാട്സാപ്പോ ഒന്നും നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ആലോചിച്ചാൽ, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോകുന്ന വഴി കണ്ടെത്താൻ പാടില്ല എന്ന് പറയേണ്ടി വരും. എല്ലാം ഒഴിവാക്കണം എന്നാണ് പലരും പറയുന്ന കാര്യം. അതായത് ഒരു ഗാഡ്ജറ്റിലെ, നമ്മുടെ ഫോണിലെ പല കാര്യങ്ങളും ഒഴിവാക്കണം എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് നമ്മൾ കൂടെ കൂടെ ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ സത്യത്തിൽ ഇവയൊന്നും ഒഴിവാക്കുക എന്ന കാര്യം ശ്രദ്ധാസൂക്തം പഠിച്ച ഒരാളെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ഒന്നാണ്. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ആധുനിക കാലത്ത് വേദമന്ത്രങ്ങളെ എങ്ങനെ വിനിയോഗിക്കാം,